ഹലോ മൈ ഡിയേഴ്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ വെച്ചാൽ ചിക്കൻ കീമ ഫ്രൈ ആണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. അതിനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ കീമ എന്ന് പറയും. ഇത് ബോൺലെസ് ചിക്കൻ മുഴുവനും കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഞാൻ 1/2 കിലോ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമുള്ള അടുത്ത ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 2 സവാള, പിന്നെ ഒരു തക്കാളി, പിന്നെ മല്ലിയില. അപ്പം ഇതെല്ലാം റെഡിയാക്കി എടുത്ത് വയ്ക്കാം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇത് ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പം ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം കുക്കിംഗ് എളുപ്പത്തിൽ വേഗം ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്യാം നമ്മൾക്ക്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, നല്ല പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അതും കണ്ടില്ലേ, ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. സംഭവം നല്ല സാധനമാണ്. ഇനി അടുത്തത് നമ്മൾക്ക് മല്ലിയില, പിന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും അതും ഇതുപോലെ ചോപ്പ് ചെയ്യാം. ഇതൊക്കെ ചോപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ചിക്കനും കൂടി അതിലോട്ടേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിക്കും. കൊത്തിയരിഞ്ഞ ചിക്കനും കൂടി ആകുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് മസാല പിടിക്കുന്നതാണ്. അതും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ കഴുകി വെച്ച ഈ ചിക്കനും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് മൊത്തം ബോൺലെസ് ആണ്. ഇത് മൊത്തം കൊത്തി അരിഞ്ഞതാണ് ചെറുതായിട്ട്. അപ്പൊ ഇതേപോലെയാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പൊ ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ചിക്കനിന് പിടിക്കട്ടെ. ഇനി അടുത്തത് നമ്മൾക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിരിക്കുന്നത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി. ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. അവരവർ ഏതൊക്കെ ഓയിൽ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ലൈമും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി റെഡ് ചില്ലി സോസ്, പിന്നെ സോയാ സോസ്, അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണമെന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഇതാ കണ്ടില്ലേ, ഇതേപോലെ ആക്കി എടുക്കാവുന്നതാണ്. ഇനി അതിനുശേഷം നമുക്ക് വേറൊരു പാനിലോട്ടേക്ക് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാവേ. ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിങ്ങനെ ഉരുളാക്കി നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിനേക്കാളും ഇച്ചിരി കൂടെ വലുപ്പത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് പാനിലോട്ടേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. വേഗം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ബോൺലെസ് ചിക്കനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വേഗം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ രണ്ടെണ്ണമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം.
അങ്ങനെ ഇത് തിരിച്ചു മറിച്ചും ഒക്കെ ഇടുവാണെങ്കിൽ നല്ലപോലെ വെന്ത് കിട്ടും. അങ്ങനെ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഓയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു 5-8 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. ഇതാ കണ്ടില്ലേ, എൻ്റെ ചിക്കൻ കീമ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ബിരിയാണീൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ 2 എണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ ഞാൻ വേറൊരു ഡിഷും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ പിന്നെ എൻ്റെ ഈ 2 റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ നല്ല നല്ല റെസിപ്പികൾ വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോവുമായി കാണാവേ. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു.